അപ്പോൾ നമ്മുടെ ഇച്ചിരി ഓട എന്ന് പറഞ്ഞാൽ നമ്മുടെ വൺ പീസിൻ്റെ ഓതറായ ഓട സെൻസ പുള്ളിക്കാരൻ്റെ ഫസ്റ്റത്തെ മാങ്കയായ മോൺസ്റ്റേഴ്സ് 19 വയസ്സുള്ളപ്പോൾ പുള്ളിക്കാരൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ മാങ്ക മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ആനിമീൻ്റെ ആ ഒരു മാങ്കയുടെ ആനിമി അഡാപ്റ്റേഷൻ ഈ ജനുവരി 21 ഇറങ്ങിയപ്പോൾ സംഭവം കണ്ടു. വൺ ഓഫ് ദി ബെസ്റ്റ്. ഒറ്റ എപ്പിസോഡുള്ള ഇനി പുതിയ എപ്പിസോഡൊക്കെ വരുന്നുണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ ഒറ്റ എപ്പിസോഡൊന്നുമില്ല, അത് ഒരു ഷോർട്ട് മാങ്കയാണ്. അപ്പോൾ ഒരൊറ്റ എപ്പിസോഡ് 24 മിനിറ്റ് വരുന്ന ഒറ്റ എപ്പിസോഡോടുകൂടി ആ ഒരു മാങ്ക ക്ലോസ് ആയി, അല്ലെങ്കിൽ ആ ഒരു ആനിമി ക്ലോസ് ആയി. അതുപോലെ തന്നെ ഈ മാങ്ക അല്ലെങ്കിൽ ഈ ആനിമി എപ്പിസോഡ് കാണേണ്ടവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ത്രില്ലർ ബാർ ആർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 300-350 ആ ഒരു റേഞ്ചിലാണ് തോന്നുന്നു വരുന്നത് വൺ പീസിൽ. മറൈൻ ഫോർഡിനൊക്കെ തൊട്ട് മുമ്പായിട്ട് വരുന്ന ആർക്കാണ് ഈ ത്രില്ലർ ബാർ ആർക്ക്. അപ്പോൾ ഈ ത്രില്ലർ ബാർ ആർക്ക് കണ്ടവർക്ക് മാത്രമാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ക്ലിയറൻസ് കിട്ടുള്ളൂ. ഏകദേശം ഒരു 90%. പിന്നെ വാനവർക്ക് കൂടി കാണണം, എന്നാലാണ് ഇതിൻ്റെ ഒരു 100% ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുള്ളൂ. എന്നാലും ത്രില്ലർ ബാർ ആർക്ക് കണ്ടവർക്ക് ഏകദേശം ഒരു 90% അതിലൊരു ക്ലാരിഫൈ കിട്ടും. അപ്പോൾ ആ ഒരു ആർക്ക് എത്തിയവർ മാത്രമല്ല, ആ ഒരു ആർക്ക് കംപ്ലീറ്റ് ആക്കിയവർ മാത്രം തുടർന്ന് കാണാൻ ഞാൻ പറയുന്നു. ഈ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ എപ്പിസോഡ് മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ എപ്പിസോഡ് അല്ലെങ്കിൽ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ക്ലാരിഫൈ കിട്ടില്ല. അപ്പോൾ ഈ ഒരു ആർക്കിൽ മെയിനായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു എപ്പിസോഡിൽ ഒറ്റ എപ്പിസോഡ് ഈ മോൺസ്റ്റേഴ്സ് പറഞ്ഞ ആനിമീൻ്റെ ഈ ഒരു എപ്പിസോഡിൽ വരുന്നത് നമ്മുടെ റൂമ, നമ്മുടെ ത്രില്ലർ ബാർ ആർക്ക്, അതുപോലെ തന്നെ വാനാർക്കിലൊക്കെ ഒരുപാട് കണ്ടതും കേട്ടതുമായ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ശരിക്കത്തെ ഒരു ഒറിജിനും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറിയും ആ ഒരു പുള്ളിക്കാരൻ ആരാന്നും ആ ഒരു സോഡും പിന്നെ ആ ഒരു എപ്പിസോഡിലൊക്കെ പറയുന്നുണ്ട്, ഇത് വൺ പീസിൽ പറയുന്നുണ്ട് പുള്ളിക്കാരനാണ് ലോകത്തിൽ തന്നെ ഈ ഡ്രാഗനെ സ്ലൈസ് ചെയ്ത് കൊന്ന വ്യക്തി എന്നൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ഇൻസിഡൻറ്റും എല്ലാം പക്ക പെർഫെക്റ്റായൊരു സ്റ്റോറി ലൈനാണ് ഈ ഒരു ഒറ്റ എപ്പിസോഡിൽ വരുന്നത്. വെറും 24 മിനിറ്റ് ഉള്ളെങ്കിലും ബെസ്റ്റ് സ്റ്റോറി ലൈൻ. അതുപോലെ ആനിമേഷനൊക്കെ ടോപ്പ് നോച്ച്. ബാക്ക്ഗ്രൗണ്ട് സോങ് ആണെങ്കിൽ അതിനും എടുത്ത് പറയാനുള്ളത് പെർഫെക്റ്റ് ബാക്ക്ഗ്രൗണ്ട് സോങ്. അങ്ങനെ വളരെ പീക്കായ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ കണ്ടവരൊക്കെയും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അതിൻ്റെ എൻഡിങ്ങും നമ്മുടെ ഈ ത്രില്ലർ ബാർ ആർക്കായിട്ട് നല്ല ടൈപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തൊരു എപ്പിസോഡ് തന്നെയായിരുന്നു നമ്മുടെ ഈ മോൺസ്റ്റേഴ്സിൻ്റെ ഒറ്റ എപ്പിസോഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കുക. ഇതുപോലെ മലയാളം കണ്ടൻറ്റുകൾക്ക് ആനിമി കണ്ടൻറ്റുകൾക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.